വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് വേൾഡ്. സോ നമ്മൾ ഇന്ന് യൂട്യൂബേഴ്സ് മീറ്റപ്പിന് വേണ്ടി പോകാൻ ഗൈസ്. കാത്തിരുന്നത് ആ ദിവസം വന്നിട്ട്. സോ ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു വെളുപ്പിന് 5:56 ഞങ്ങൾ ചാച്ച വിളിക്കാൻ വരും. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് പോവാം. കോഴിക്കോട് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് യൂട്യൂബേഴ്സ് മീറ്റപ്പ് വരുന്നത്. ഫസ്റ്റ് ടൈം മീറ്റപ്പാണ് ഗൈസ്. ഇത് ആദ്യത്തെ മീറ്റപ്പാണ് ഞങ്ങളുടെ. തന്നെ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജസ്റ്റ് മേക്കപ്പ് പ്രോഡക്റ്റ്സ്. കാരണം ഇവിടെ നിന്ന് മേക്കപ്പ് ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഒന്നും മൊത്തം ഉണ്ടാവില്ല. കാരണം 4 മണിക്കൂർ അങ്ങാണ്ട് യാത്ര ഉണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ അവിടെ വണ്ടിയിൽ ഇരുന്നിട്ട് എത്താനാകുമ്പോൾ മേക്കപ്പ് ചെയ്യണത്. പിന്നെ ഞാൻ ഒരു ബുക്കും പെന്നും ഹെഡ്ഫോണും ഫോണും വെച്ചിട്ടുണ്ട്. എനിക്ക് പാട്ടൊക്കെ എനിക്ക് ആര് ശീലമുണ്ട്. പോകുമ്പോൾ യാത്രയ്ക്ക് ഇങ്ങനെ പാട്ട് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഇരിക്കണം പുറത്തൊക്കെ നോക്കിയിട്ട്. ഒരു സൺറൈസിൻ്റെ ഒരു സൺറൈസിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കില്ലേ. ഇഷ്ടം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. അല്ലെ ഹെയർ സ്റ്റൈൽ കാണിച്ചെടുത്ത് നല്ല രസമില്ലേ ഗൈസ്. നമ്മുടെ ന്യൂ ഹെയർ സ്റ്റൈലാണ്. പിന്നെ രാവിലെ ആവുമ്പോ എന്തോ ഒരു തണുപ്പുണ്ടാവും. എനിക്ക് കാണണമെന്നും പിന്നെ അങ്ങനെ ഇങ്ങനെ കൊള്ളാനെന്നൊക്കെ ഭയങ്കര ഇതുണ്ട്. അപ്പോൾ ചാച്ച വന്നെങ്കിൽ നമ്മൾ പോവും. പിന്നെ ഇപ്പം കുറച്ച് ഐറ്റംസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ചല്ല, ഇപ്പോൾ എല്ലാ വെള്ളവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവൾക്കും കുറച്ച് പേർക്കൊക്കെ ഛർദിയുടെ ഇതുണ്ട്. അതുകൊണ്ട് നമ്മ എങ്ങാനും വിഷയം വന്നാലോ എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്ത്. എന്താന്ന് വെച്ചാല് എനിക്കിങ്ങനെ ദൂരത്തേക്കുള്ള യാത്ര പോകുമ്പോ എനിക്ക് ഛർദിക്കാൻ വരും. ഓക്കെ. എനിക്കില്ലതെ എനിക്ക് തലവേന വരും. തലവേന ഒരു പള്ളി തലവേന വരാം. ഒരു പാർക്കിൽ പോയില്ലേ, എന്തായിരുന്നത്? പള്ളിയാ. അപ്പൊ ഇനി പോണ വിഷ്വൽസ് കാണിച്ചു തരാം. ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അപ്പ കാണാം. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. എനിക്ക് നല്ല ശാന്തമായിട്ടിരിക്കുകയാണ് ഗൈസ്. ചായയൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മുടെ ബാഗ്സും കാര്യമൊക്കെ. ആകാശത്തിനൊരു പർപ്പിൾ പിങ്ക് കളറാണ് കേട്ടോ ഗൈസ്. നോക്കി കണ്ടോ, പിങ്ക് കളറൊക്കെ ആയിട്ടാണ്. ഫോണിൽ വേറെ കളറാണ് ഗൈസ്. പക്ഷെ ഇവിടെ നല്ല ഇരുട്ടാണ്. ആകാശം നല്ലൊരു പിങ്ക് കളറാട്ടോ. പിന്നെ ഇതിൻ്റെ ചപ്പൽസാണ് ഗൈസ്, പുതിയ ചപ്പൽസ്. ഉമ്മച്ചിക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ ശ്വാസം മുട്ടുണ്ട് ഉമ്മച്ചിക്ക്. അപ്പോൾ അതിന് മറ്റേ സ്പ്രേ അടിക്കാണ്ട് അതൊക്കെ വെക്കുകയാണ് ശരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഒക്കെ അടിക്കാൻ വേണ്ടി. ഇനി എൻ്റെ കോസ്റ്റ്യൂം കാണിച്ചു ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ കോസ്റ്റ്യൂം. ഇതിന് ഈ ഒരു ഓറഞ്ച് ഷാൾ എന്താ ഇട്ടേ നിങ്ങളെല്ലാം ചോദിക്കുന്നത്. വേറെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഉണ്ട് ഇങ്ങനെ ഓറഞ്ച് പൂക്കളാണ് കുറേയൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഓറഞ്ച് ഷാൾ ഇട്ടപ്പോൾ നല്ലൊരു ഭംഗി വന്നു ഇതിന്. പിന്നെ ഇതിൻ്റെ പുതിയ ചപ്പൽസ് ഞാൻ പറഞ്ഞില്ലേ മാച്ചിങ് ആയിട്ടാണ് മേടിച്ചത്. പക്ഷെ നോക്കുമ്പോൾ കളർ വേറെ വേറെ. നോ പ്രോബ്ലം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഹെയർ ഇങ്ങനെയാണ് കെട്ടിയിട്ടേക്കണത്. ഇനി വണ്ടിയിലെത്തിയിട്ട് നല്ലപോലെ കെട്ടണം. കാരണം 4 മണിക്കൂറുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും ഹെയറിൻ്റെ കാര്യം പോവും. ഞാൻ ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ആകെ 2 ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുള്ളൂ. എന്നുവെച്ചാൽ അത് ഞാൻ മിക്സ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. ലൈറ്റ് ലിപ്സ്റ്റിക്കും പിന്നെ ഒരു ഡാർക്കായിട്ട് ഇങ്ങനെ ഇടുക്കൂലേ ലിക്വിഡ് ലിപ്സ്റ്റിക്, അതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് നല്ല കളറായിരിക്കും. അങ്ങനെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പച്ചക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത്. എന്ത് കഴിക്കാൻ വന്നത്? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമുക്ക് ഫുഡ് വന്നിട്ട് അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഉമ്മച്ചി രജിസ്റ്റർ ചെയ്യാട്ടോ. നിൽക്കട്ടല്ലോ.
ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പാട്ട് പാടിപ്പിക്കൽ അങ്ങനെയൊക്കെ. ഇപ്പോൾ കോപ്പിറൈറ്റ് വരുന്നതിനാണ് ഞാനത് ഇടാത്ത. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ വന്നിരുന്നു, അബ്ദുറഹ്മാൻ സാറ്. പിന്നെ ഞങ്ങൾ സാറിൻ്റെ ഓട്ടോഗ്രാഫൊക്കെ മേടിച്ചു. പിന്നെ ഈ സാറിൻ്റെ ഓട്ടോഗ്രാഫ് മേടിച്ചു. ബുക്കൊക്കെ കൊണ്ടുപോയിട്ടാണ് ഗൈസ് പോയത്, അതുകൊണ്ട് തന്നെ ഓട്ടോഗ്രാഫൊക്കെ മേടിച്ചിട്ടുണ്ടായി. പിന്നെ 2 ഇക്കമാർ പാട്ട് പാടിയിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളി പാട്ടായിരുന്നു. കോപ്പിറൈറ്റ് വരുന്ന കാരണമാണ് ഞാൻ ഇടാൻ. എന്തായാലും ഷോർട്ട്സ് ഇട്ടിടാം. പിന്നെ നമ്മുടെ നിബൂസ് ഉണ്ടായിരുന്നു. നിബൂസ് നമ്മുടെ ഗസ്റ്റ് ആയിരുന്നു. പ്രതിജ്ഞ പറയാണ് ഗൈസ്. ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതെന്റെ ശരീരത്തെയും മനസ്സിനെയും ചുരണ്ടി തിന്നുന്ന വിഷമാണ് എന്ന് എനിക്കറിയാം. സംഭവം മനസ്സിലായില്ല എല്ലാവർക്കും എന്താണ് സംഭവം? നല്ലൊരു കൈ എല്ലാവരും ബാക്കിയുണ്ടോ? ഉപയോഗിക്കാൻ പാടില്ല. എന്റെ കുടുംബത്തെ കരിയിക്കുന്ന, എന്റെ നാടിനെ ആഴ്ചയിലയക്കുന്ന ഈ മയക്കുമരുന്ന് എന്ന വെറുക്കപ്പെട്ട ശത്രുവിനെ ഞാൻ തള്ളിപ്പറയും. ഞാൻ വഴിതെറ്റില്ല, ഞാൻ വിജയിക്കും, ഞാൻ നേർവഴി മുന്നേറും, ഞാൻ മാതൃകയാകും. ഞാൻ പറയുന്നത് ഉറപ്പായ വാക്കാണ്. ഞാൻ ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. ഇതെന്റെ പ്രയത്നിയാണ്. എല്ലാവരും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന്റെ പ്രയത്നിയാണ്. ഉള്ളിൽ നിന്നും ഉയർന്ന അതിശക്തമായൊരു വക്താണ്. ചാനലിന്റെ പേര് ഒന്നുകൂടി പറഞ്ഞു. ചാനൽ നിബൂസ് ഫുഡ്. ഓക്കെ, നിബൂസ് ഫുഡ്. ഇപ്പോൾ പിന്നെ ഇത് നമ്മുടെ ശ്രീകുമാർ സാറ് പ്രസൻറ്റ് ചെയ്യുന്ന പുതിയൊരു പടമാണ് ഇരയിവാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ പരിപാടിക്ക് പോയി ഫുഡ് അടിച്ചു. ഫ്രൈഡ് റൈസും ചിക്കനും എന്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ പടച്ചോർ കാണൂല, നമ്മുടെ പടച്ചോർ കാണൂല. ഗൈസ് അത് കഴിഞ്ഞിട്ട് ജംഷീദൊക്കെ പാട്ട് പാടിയപ്പോൾ ഞങ്ങളൊക്കെ സ്റ്റേജിൽ കയറി ഡാൻസൊക്കെ കളിച്ച് അടിച്ചു പൊളിച്ച്. പിന്നെ കോപ്പിറൈറ്റ് വരുന്ന ആരാണ് ഗൈസ് നമ്മൾ മ്യൂട്ട് ചെയ്തത്. അടിപൊളിയായിട്ട് പാടിയിട്ട് ജംഷീദൊക്കെ നല്ല പിന്നെ ജംഷീദ് കാടെ കൂടെ ഫോട്ടോ എടുത്തു. ഞങ്ങൾക്ക് ബെസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പ്രൈസ് കിട്ടി. പിന്നെ നമ്മുടെ പാട്ട് പാടിയക്കന്മാരുടെ കൂടെ ഫോട്ടോ എടുത്തു. ജംഷീദ് കാടെ ഓട്ടോഗ്രാഫ് മേടിച്ചു. പിന്നെ നമ്മുടെ ആൽവിൻ ചേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ബാക്കി വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ.